ഡിസംബർ മാസത്തിലെ വളരെ തണുപ്പുള്ള ദിവസങ്ങൾ. മഞ്ഞ് അത്രയും കനത്തതായിരുന്നു. മുന്നിലെ വാതിൽ പോലും വ്യക്തമായി കാണാനാവാത്ത വിധം മഞ്ഞുണ്ടായിരുന്നു. വീട്ടിലെ മൂത്ത മരുമകൾ അടുക്കളയിലേക്ക് പോകുന്നു. അവളുടെ കൈകൾ തണുത്തു മരവിച്ചിരുന്നു. കാൽപാദത്തിൽ മഞ്ഞ് വീണതുപോലെ. രാവിലത്തെ തണുപ്പിൽ അനിത ചായ ഉണ്ടാക്കാനായി അടുക്കളയിലെത്തിയപ്പോൾ അവൾ ഞെട്ടിപ്പോയി. വിറകടുപ്പിൽ തരി പോലും ചൂടില്ലായിരുന്നു. വിറകുകൾ മഞ്ഞു വീണ് കുതിർന്ന പോലെയും ഉണ്ടായിരുന്നു. അപ്പോഴാണ് പിന്നിൽ നിന്നും അനുജത്തി സ്വാതിയുടെ പതിഞ്ഞ ശബ്ദം കേട്ടത്. ചേച്ചി, ഇത്ര രാവിലെ തന്നെ അടുക്കളയിൽ എന്തു ചെയ്യുകയാണ്? ഞാൻ കരുതി ഇന്ന് കുറച്ചു നേരം കൂടി ഉറങ്ങാമെന്ന്. ഇത്ര തണുപ്പിൽ ആരാണ് എഴുന്നേൽക്കുന്നത്? അനിത ചൂളയിലേക്ക് നോക്കി. ഈർപ്പം കയറിയ മരകഷ്ണങ്ങളിൽ ഊതി തീ കൊളുത്തി. അതിന്റെ പുക കണ്ണിലേക്ക് കയറാൻ തുടങ്ങി. അപ്പോൾ അവൾ പറഞ്ഞു, സ്വാതി, തണുപ്പുണ്ടെന്ന് പറഞ്ഞ് അടുക്കളയിൽ ജോലി ചെയ്യണ്ടേ? എനിക്ക് തണുപ്പ് ഒട്ടും സഹിക്കാൻ പറ്റില്ല ചേച്ചി. കൈകാലുകളൊക്കെ മഞ്ഞുകട്ട പോലെ ആകും. എനിക്ക് പുകയും അലർജിയാണ്. അത് കേട്ട അനിത മിണ്ടാതെയിരുന്നു. പക്ഷെ അവളുടെ മനസ്സിൽ തണുപ്പിനേക്കാൾ കൂടുതൽ അനിയത്തിയുടെ വാക്കുകൾ തുളഞ്ഞുകയറി. കുറച്ചു നേരത്തിനു ശേഷം അമ്മായിയമ്മയും തന്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. തന്റെ ഇളയ മരുമകൾ കമ്പിളിയിൽ പൊതിഞ്ഞിരിക്കുന്നതാണ് അവർ കണ്ടത്. അല്ല സ്വാതി മോളെ, ഇനിയും നീ കമ്പിളിയിൽ പൊതിഞ്ഞിരിക്കുകയാണോ? നിന്റെ ജ്യേഷ്ഠത്തെ ഒന്ന് നോക്ക്. അവൾ എപ്പോൾ തൊട്ട് അടുക്കളയിൽ പണി തുടങ്ങിയതാണ്. നീയും പോയി അവളെ സഹായിക്കൂ. അത് കേട്ടതും സ്വാതി മുഖം ചുളിച്ചു. അമ്മേ, പുകയും തണുപ്പും കൊള്ളരുതെന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ അടുക്കളയിൽ ഇപ്പോഴും മണ്ണ് ചൂള തന്നെയല്ലേ? നിങ്ങൾക്കിതിൽ പാചകം ചെയ്യുന്നതല്ലേ ഇഷ്ടം? അതുകൊണ്ടല്ലേ ഗ്യാസ് സ്റ്റൗ കൊണ്ടുവരാത്തത്? ഇത്ര ഗ്യാസ് സ്റ്റൗ മോഹം ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ വീട്ടിൽ നിന്ന് സ്ത്രീധനമായി കൊണ്ടുവരേണ്ടതായിരുന്നു. സ്വന്തം വീട്ടിൽ ഗ്യാസ് സ്റ്റൗ കണ്ടിട്ടില്ല. ഇവിടെ വന്നപ്പോൾ മഹാറാണിക്ക് സ്റ്റൗ വേണം. അപ്പോഴേക്കും സ്വാതിയുടെ ഭർത്താവ് അനൂപ് അവിടെ എത്തി. അമ്മേ, അവൾ പറയുന്നതിൽ എന്താണ് തെറ്റ്? അവൾക്ക് തണുപ്പ് സഹിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഇത്ര തണുപ്പിൽ അവളെ അടുക്കളയിൽ നിർത്തണമെന്ന് എന്താണ് നിർബന്ധം? ശരി ശരി, അവൾ ചെയ്യണ്ട. അടുക്കള പണി അവളുടെ ജ്യേഷ്ഠത്തി തന്നെ നോക്കിക്കോളും. ഈ വാക്കുകൾ അനിത അടുക്കളയിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ലതുപോലെ അറിയാം ഇത് മാഡത്തിന്റെ അടവാണെന്ന്. കുറച്ചു നേരത്തിനു ശേഷം, ജ്യേഷ്ഠത്തി, ചായ റെഡിയായോ? ചായ ഉണ്ടാക്കുകയാണ്. തയ്യാറായാൽ കൊണ്ടുവരാം. നോക്കൂ ചേച്ചി, നിങ്ങൾ പുകയൊന്നു കുറച്ചാൽ ഞാൻ അടുക്കളയിൽ വന്ന് നിൽക്കാം. അല്ലെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടും. ആദ്യം മരക്കഷ്ണങ്ങൾ ഉണങ്ങണം. അപ്പോഴേ പുക കുറയൂ. നീ ഒന്ന് സഹായിച്ചാൽ വേഗം തീരും. ഇല്ലില്ല, അമ്മ എന്നെ വിലക്കിയിട്ടുണ്ട്. എനിക്ക് അസുഖം പിടിച്ചാൽ വീടാകെ നിലച്ചുപോവും. ഹാ, തീർച്ചയായും. സ്വാതി കേട്ടിട്ടും കേൾക്കാത്ത പോലെ നടിച്ചു. അവൾക്ക് എല്ലാ കാലത്തും ഇതേ സ്വഭാവമാണ്. ചൂടായാൽ അടുക്കളയിൽ വരാതിരിക്കാൻ അതാണ് കാരണം. തണുപ്പുകാലമാണെങ്കിൽ പിന്നെ പറയണ്ട. അനിത എല്ലാവർക്കും ചൂടുള്ള ചായ തയ്യാറാക്കി. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അനിതയുടെ ഭർത്താവ് സുരേഷ് വാതിക്കലെത്തി. അനിതയുടെ കൈകൾ മുഴുവൻ കറുത്ത പുക പിടിച്ചിരിക്കുന്നതായി അയാൾ കണ്ടു. ആ സമയം സ്വാതി കമ്പിളിയിൽ പുതച്ചിരുന്ന് മൊബൈൽ നോക്കുകയായിരുന്നു. സ്വാതി, നീ അടുക്കളയിൽ പോയില്ലേ? നിന്റെ ജ്യേഷ്ഠത്തെ ഒറ്റയ്ക്ക് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഇത് കേട്ട് സ്വാതി തന്റെ നാടകം ആരംഭിച്ചു. അയ്യോ ചേട്ടാ, എനിക്ക് തണുപ്പിനോട് അലർജിയാണ്. എന്റെ അസുഖം നിങ്ങൾക്കറിയില്ലേ? ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കുറച്ചു ദിവസം റെസ്റ്റ് എടുക്കാൻ. ഓ, അങ്ങനെയാണോ? ശരി ശരി, നീ റെസ്റ്റ് എടുക്ക. അനിത നോക്കിക്കോളൂ. ഇത് കേട്ട അനിത മനസ്സിൽ പറഞ്ഞു, തണുപ്പ് സ്വാതിക്ക് മാത്രമാണല്ലോ, എനിക്കുണ്ടാവില്ലല്ലോ. ഞാനെന്താ മനുഷ്യനല്ലേ? അവൾ എല്ലാവർക്കും ഭക്ഷണമുണ്ടാക്കി നൽകുന്നു. ഭക്ഷണം കഴിക്കാനായി സ്വാതിയും നിലത്തിരിക്കുന്നു. ചേച്ചി, നിങ്ങളുടെ കയ്യിൽ എന്തോ മാജിക്കുണ്ട്. എന്തൊരു ടേസ്റ്റാണ് ഈ ഭക്ഷണത്തിന്. പിന്നെ ഒരു പൊറോട്ട കൂടി കിട്ടുമോ? ഹാ, എടുത്തോളൂ. ഞാൻ ഇവിടത്തെ ജോലികൾ ചെയ്യാനല്ല ഇരിക്കുന്നത്. എല്ലാവരും രസിച്ചു ഭക്ഷണം കഴിക്കും. ഞാൻ അടുക്കളയിൽ കിടന്ന് നരകിക്കും. ഒന്നും പോരാഞ്ഞിട്ട് അമ്മയ്ക്കാണെങ്കിൽ അടുപ്പിൽ ഭക്ഷണം ഉണ്ടാക്കിയാലേ പിടിക്കൂ. എന്റെ വിധി. അതിനുശേഷം അവൾ ആ ദിവസത്തേക്കുള്ള ഭക്ഷണം മുഴുവൻ പാചകം ചെയ്തു. അതിന്റെ കൂടെ ഒരു ആഗ്രഹം കൂടി എത്തി. മോളെ, ഇന്ന് ഭയങ്കര തണുപ്പല്ലേ? വൈകുന്നേരത്തെ ചായയുടെ ഒപ്പം കുറച്ച് പക്കോടയും കൂടി ഉണ്ടാക്കിക്കോളൂ. ശരി പപ്പാജി. എന്നെ തന്നെ എണ്ണയിൽ വറുത്തെടുക്കാനാണ് തോന്നുന്നത്. എല്ലാവർക്കും പക്കോട വറുത്തു കൊടുത്തു. സ്വാതിയോ ദിവസം മുഴുവൻ മൊബൈലും കയ്യിൽ പിടിച്ച് കമ്പിളിയുടെ ഉള്ളിൽ തന്നെ ഇരുന്നു. രാത്രി ഭക്ഷണവും അനിത ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കി. ആ രാത്രി തണുപ്പ് അതീവ കഠിനമായിരുന്നു. വിറകു കഷ്ണങ്ങൾ എടുക്കാൻ അനിത പുറത്തേക്ക് പോയപ്പോൾ തണുപ്പിൽ അവളുടെ വിരലുകൾ നീല നിറമാകാൻ തുടങ്ങി. ഉറങ്ങുന്നതിനു മുമ്പ് എല്ലാവർക്കും ചായ കുടിക്കാൻ ആഗ്രഹം തോന്നി. വേഗം തന്നെ ചായ ഉണ്ടാക്കി. അല്പസമയത്തിനു ശേഷം മുറിയിൽ നിന്നും സ്വാതിയുടെ ശബ്ദം ഉയർന്നു. ചേച്ചി, എന്റെ ചായ തണുത്തുപോയി. അതൊന്നുകൂടെ ചൂടാക്കി തരാമോ? അനിതയ്ക്ക് ദേഷ്യം വന്നെങ്കിലും അവൾ ചായ ചൂടാക്കാനായി പോയി. പിറ്റേന്ന് രാവിലെയും അവൾ തന്നെ ജോലികളൊക്കെ ചെയ്തു. പക്ഷേ അടുത്ത നിമിഷം അനിത തല ചുറ്റി താഴെ വീണു. 103 ഡിഗ്രി പനിയായി. ഇതുകണ്ട് അമ്മായിയമ്മ ആകെ പേടിച്ചു.
അയ്യോ അനിതേ, തീ പോലെ പൊള്ളുന്നുണ്ടല്ലോ. നീ എന്തുകൊണ്ട് പറഞ്ഞില്ല നിന്റെ അവസ്ഥ ഇത്ര മോശമാണെന്ന്? അനിത ദുർബലമായ ശബ്ദത്തിൽ പറഞ്ഞു. ആരോടാണ് പറയേണ്ടത്? ആർക്കാണ് കേൾക്കാൻ സമയമുണ്ടായിരുന്നത്? എല്ലാവരുടെയും മുഖത്ത് ലജ്ജ നിറഞ്ഞു. ഏറ്റവും കൂടുതൽ ജാള്യത സ്വാതിയുടെ മുഖത്തായിരുന്നു. അമ്മായിയമ്മ സ്വാതിയോട് പറഞ്ഞു, മരുമോളെ, ഇന്ന് അടുക്കള നീ നോക്കണം. ഇത് കേട്ട് സ്വാതിയുടെ മുഖം വാടി. അമ്മേ, ഇത്ര തണുപ്പിൽ അടുക്കളയിൽ പണിയെടുക്കണോ? അപ്പോ അനിത തണുപ്പിന്റെ ദേവതയായിരുന്നോ? അവൾ ഒറ്റയ്ക്കെല്ലാം ചെയ്തതല്ലേ? സ്വാതി അടുപ്പിൽ തീ കൊളുത്താൻ ശ്രമിച്ചു. പക്ഷേ ഓരോ 2 മിനിറ്റിലും തീ അണഞ്ഞുകൊണ്ടേയിരുന്നു. പുക കണ്ണിൽ കയറി അവൾക്ക് അസ്വസ്ഥതയുണ്ടായി. എന്റെ ദൈവമേ, ചേച്ചി എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്? നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ നീ കാരണമാ ജ്യേഷ്ഠത്തിക്ക് ഇന്നത്തെ ഈ അവസ്ഥയുണ്ടായത്? ഇത് കേട്ട് സ്വാതി ലജ്ജിച്ചു തല താഴ്ത്തി. അന്നു മുതൽ അവൾ അടുക്കളയിൽ പണിയെടുത്തു. തണുത്ത വെള്ളമെടുത്ത് പാചകത്തിന് ഉപയോഗിച്ചു. തണുത്ത വെള്ളത്തിൽ പാത്രങ്ങൾ കഴുകി, വീട് വൃത്തിയാക്കി, തുണി അലക്കി. വൈകുന്നേരമായപ്പോൾ അവൾ തളർന്നിരുന്നുപോയി. രാത്രിയിൽ അവൾ അനിതയുടെ മുറിയിലേക്ക് ചെന്നു. ചേച്ചി, ഇത്രയും തണുപ്പിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തത്? ഞാൻ ഇന്നത്തെ ദിവസം കൊണ്ട് തന്നെ ആകെ തളർന്നുപോയി. ശീലമായിപ്പോയി സ്വാതി. പിന്നെ തണുപ്പ് എല്ലാവർക്കും ഒരുപോലെയാണ്. കുടുംബത്തിനു വേണ്ടി സ്ത്രീകൾ തണുപ്പൊക്കെ സഹിക്കേണ്ടി വരും. നമ്മളും തണുപ്പെന്ന് പറഞ്ഞിരുന്നാൽ വീടെങ്ങനെ മുന്നോട്ടു പോവും? ചേച്ചി, ഞാൻ ചെയ്തത് വളരെ തെറ്റായിപ്പോയി. തണുപ്പിന്റെ പേരും പറഞ്ഞ് ഞാൻ വിശ്രമിച്ചു. നിങ്ങളെ ഒറ്റയ്ക്കെല്ലാം ചെയ്തു. ഇന്ന് എനിക്ക് മനസ്സിലായി ശരിക്കുമുള്ള തണുപ്പ് എന്താണെന്ന്. സ്വാതി തന്നെ അനിതയെ നോക്കി. അടുത്ത ദിവസം സ്വാതി അടുക്കളയിൽ ആദ്യമെത്തി. അവൾ അടുപ്പ് കത്തിച്ച് ചായ ഇട്ടു. അനിതയ്ക്കും അമ്മയ്ക്കും ചൂട് ചായ നൽകിക്കൊണ്ടവൾ പറഞ്ഞു, ഇന്നു മുതൽ ഞങ്ങൾ 2 പേരും ചേർന്ന് അടുക്കളയിൽ ജോലി ചെയ്യും. തണുപ്പ് പുറത്തല്ലേ? ആ തണുപ്പ് വീടിനുള്ളിൽ വരാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഈ വീട്ടിൽ മരുമക്കളുടെ ഇടയിൽ ഈ സ്നേഹമാണ് വേണ്ടത്. അനിത ചിരിച്ചു. ആദ്യമായി അവൾക്ക് തോന്നി ആ വീട്ടിൽ ഉത്തരവാദിത്വം മാത്രമല്ല, ഒരു കൂട്ടും ഉണ്ടെന്ന്. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അനിതയ്ക്ക് അസുഖം ഭേദമായി. തണുത്ത അടുക്കളയിൽ ഇപ്പോൾ സ്നേഹത്തിന്റെ ചൂടുണ്ടായിരുന്നു. അമ്മായിയമ്മ അവർക്ക് വേണ്ടി പുതിയ ഗ്യാസ് സ്റ്റൗവും വാങ്ങി. അങ്ങനെ അവർക്ക് പിന്നീട് നനഞ്ഞ വിറക് കത്തിച്ച് കണ്ണിൽ പുക കയറ്റേണ്ടി വന്നിട്ടേയില്ല.